തിരിച്ചറിയാത്തൊരവസ്ഥയാണ് മദ്യം, ലഹരി, ഖംറ് എന്നാണ് അറബിയിൽ പറയാ. അതായത് ബുദ്ധിയെ മറയ്ക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, സ്റ്റീഫൻ ഹോക്കിംഗ്, ഞാൻ ഓരോ എളുപ്പത്തിൽ മനസ്സിലാകുന്ന പറയാണ്. കൈകാലുകളൊക്കെ ശോഷിച്ച് വീൽ ചെയറിലിരുന്ന സ്റ്റീഫൻ ഹോക്കിംഗ്. ശരീരമൊക്കെ ദുർബലാണ്, പക്ഷെ ബുദ്ധി വളരെ വളരെ ശ്രദ്ധേയമായ ബുദ്ധിയുടെ ഉടമയാണ്. കാരണം അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല, കഞ്ചാവ് ഉപയോഗിക്കുന്നില്ല. ഇനി ശരീരമൊക്കെ നല്ല മസിലുണ്ട്, നല്ല ബോഡിയാണ്, നല്ല തൂക്കമുണ്ട്, ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ കഞ്ചാവ് ഉപയോഗിക്കും തോറും അയാളുടെ ബുദ്ധി ഇല്ലാതാകും. പിന്നെ തുണി കൊടുത്തിട്ടുണ്ടോ, മസിലുണ്ടോ, അവിടെ പോകാൻ ഒന്നും ഉണ്ടാവില്ല, ആള് തകർന്നു പോകും. കഞ്ചാവിന്റെ ഒരു പ്രത്യേകത, ലഹരിയുടെ ഒരു പ്രത്യേകത അതാണ്. സിന്തറ്റിക് ലഹരിയുടെ ഒക്കെ പ്രത്യേകത അതാണ്. നിങ്ങൾ നോക്കൂ, 1400 വർഷങ്ങൾക്ക് ഡി എഡിഷൻ സെന്റർ, എനിക്കറിയാം, ഈ ന്യൂ ഹോപ്പ് എന്ന് പറഞ്ഞ പെരിന്തൽമണ്ണയിൽ മൗലാന ഹോസ്പിറ്റലിന്റെ കീഴിലുള്ള ഡി എഡിഷൻ സെന്റർ ആണ്. അവിടെ 21 ദിവസമാണ് ഓരോരുത്തരെ കൊണ്ടുവന്നിട്ട് നന്നാക്കി എടുക്കണം. അവിടെ ഭൗതിക ചികിത്സ മാത്രമല്ല, അവിടെ മതവും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മതം എന്ന് പറഞ്ഞാൽ മൂല്യം, മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രാധാന്യം. നിങ്ങൾ നോക്ക്, ഞാൻ ഇന്നലെ മറൈൻ ഡ്രൈവിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ, കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് അതുകൊണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചില കുട്ടികളൊക്കെ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. വിശിഷ്യ ആൺകുട്ടികളെക്കാളും പെൺകുട്ടികൾ മോശമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ജാഗ്രത പുലർത്തിയിട്ടില്ലെങ്കിൽ ഭീകരമായ ദൃശ്യങ്ങളാണ് വരും കാലങ്ങളിൽ നമ്മൾ കേരള ജനതയിൽ കാണാൻ പോകുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടൊന്നുമല്ല ഇത്, ഇത് സാത്താന്റെ കേളി കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു നമുക്ക് വലിയ സന്തോഷമായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ വേറൊരു അർത്ഥത്തിൽ എടുക്കരുത്. സമൂഹം മാറണം എന്ന ഉത്കടമായ ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നാൽ, ഇപ്പൊ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ, ഒരു സ്കൂൾ തുറന്നാൽ ഇത്ര ജയിലറകൾ അടച്ചുപൂട്ടാന്നായിരുന്നു ഒരു കാലത്ത് പറഞ്ഞു. ഇന്ന് ജയിലറകളിൽ സ്കൂൾ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ. പുതിയ പഠനങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. കുറ്റവാളികളുടെ എണ്ണം വർദ്ധിതമായ തോതിലുണ്ടാകുന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെയും പുതിയൊരു തലമുറയെ നോക്കി നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. നമ്മളൊരു പുതിയ തലമുറയായ കാലം നമ്മുടെ വാപ്പാക്കും നമ്മുടെ വല്യാപ്പാക്കും നമ്മൾ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ്. എല്ലാ കാലത്തും നമ്മൾ ന്യൂജൻ എന്ന് പറയാം. എന്റെ കുട്ടിക്കാലം ന്യൂജനാണ്. ഞാനിപ്പോ 11 മക്കളുടെ മസൂലിയത്തുള്ള ഒരു പിതാവാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാരണവരാണ്. ഞാൻ പറയുന്നത്, ഈ സമൂഹത്തെ നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ചില മാർഗങ്ങൾ പറയണേ ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഡോക്ടർമാര് വരുന്നു, നഴ്സുമാര് വരുന്നു, എഞ്ചിനീയർമാർ വരുന്നു, തഹസീൽദാർമാര്, അതുപോലെ വലിയ രാഷ്ട്രീയക്കാര്, മതപണ്ഡിതന്മാർ വരെ ലഹരി ഉപയോഗിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ദർഗയുടെ കഥ പറയുന്നിടത്ത് ഒരു ഉസ്താദ് പറയുന്നത്, അവിടെ മദ്യം വിൽക്കുന്ന ഒരു സ്ത്രീ ആ ദർഗയിലെ പൂജാരിനെ പോയി കണ്ടിട്ട് ആ പൂജാരി എഴുതി കൊടുത്തൊരു കത്താണത്രേ, ആ നാട്ടിലെല്ലാരും ആ കള്ളിഷാപ്പിൽ വന്ന് കള്ളു കുടിക്കേണ്ടായാൽ ആ ഔലിയന്റെ കറാമത്തായി പറഞ്ഞതാണ്. അല്ലെ, ആലോചിക്കുക. അത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഫെബ്രുവരി 5-ാം തീയതി കാസർഗോഡ് നടന്ന, ഉപ്പടയിൽ നടന്നൊരു പ്രസംഗമാണ്. ഒരു EK ഉസ്താദിന്റെ പ്രസംഗമാണ്, സുന്നി ഉസ്താദിന്റെ. ഞാൻ പറയുന്നത്, മതരംഗത്ത് പോലും പ്രവർത്തിക്കുന്നവരെ മയക്കുമരുന്നുകളും മദ്യങ്ങളും ഒക്കെ കാർന്നു തിന്നുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ? പ്രശ്നങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഇനി ഞാൻ പറയുന്ന പരിഹാരം ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളെയും ബാധിക്കുന്നതാണ്. നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരു യുദ്ധം നടക്കുകയാണ്. ഓരോ പോയിന്റ് പറയാണ്, ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം ഇങ്ങനെ നടക്കുന്നതിനിടയിൽ കുറച്ച് കുട്ടികൾ കൊല്ലപ്പെട്ടു. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. പക്ഷെ ഇതിലെ മർമ്മം പലരും അവഗണിക്കുന്നു. ഞാൻ ആ മർമ്മത്തിലാണ് നിൽക്കുന്നത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടു. നബിക്ക് വലിയ സങ്കടമായി. കാരണം ചെറിയ കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഈ കുട്ടികളെ കൊന്നത് എന്നാണ് ചോദ്യം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുചരന്മാര് പറഞ്ഞു, അത് ബൗദ്ധ വിശ്വാസികളുടെ കുട്ടികളാണ്. ശരിക്കും ഇസ്ലാം എന്താണ് വേറിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ദേഷ്യം പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ കാവലാളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ്. ക്രൈസ്തവ വിശ്വാസ പ്രകാരം. അത് യേശുക്രിസ്തു പഠിപ്പിച്ചല്ലോ. യേശുക്രിസ്തു പഠിപ്പിച്ചത് പുത്രൻ മുന്തിരിങ്ങ തിന്നാൽ അപ്പന്റെ, അല്ലെങ്കിൽ അപ്പൻ മുന്തിരിങ്ങ തിന്നാൽ മകന്റെ പല്ല് പുളിക്കുമോ എന്ന് പറഞ്ഞാൽ, അല്ലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റ എന്ന് പഠിപ്പിച്ച ആളാണ് സൂറത്ത് നജ്മിലെ 38-ാമത്തെ വചനമാണ് ഇനി പറഞ്ഞത്. ഇതേ വാചകം ബൈബിളിലും ഉണ്ട്.
അങ്ങനെ പഠിപ്പിച്ച ആളാണ് യേശു ക്രിസ്തു. സെന്റ് പോൾ ലോകത്തെ പഠിപ്പിച്ച ജനിക്കുന്ന കുട്ടികളൊക്കെ പാപികളാണ്. ഒന്ന് സയന്റിഫിക്കലി അത് പ്രൂഫ്ഡ് അല്ല, രണ്ട് മാനസികമായോ ധാർമ്മികമായോ മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അത് ശരിയല്ല. എത്തിക്സിന്റെ അടിസ്ഥാനത്തിലോ വേദങ്ങളുടെ അടിസ്ഥാനത്തിലോ ആ വാചകം ശരിയല്ല. എല്ലാ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ? ഇപ്പൊ സി രവിചന്ദ്രൻ ലോകത്ത് നമ്മളൊക്കെ ഒരുപാട് യുക്തിവാദികളെ കേൾക്കുന്നു. കേരളത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു യുക്തിവാദിയാണ്. സി രവിചന്ദ്രൻ ഒരു കുട്ടി ഉണ്ടായാൽ പോലും മുത്തുനബി പറയുന്നത് അച്ഛന് വൈതെറ്റി നടക്കുകയാണെങ്കിലും മകൻ പരിശുദ്ധനാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഏത് വ്യക്തിക്ക് ഒരു RSS ഒരു കുട്ടി ഉണ്ടായാലും അവൻ ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് ജനിക്കുന്നത്. ഇത് പോരാ, ഈ വാചകത്തിന്റെ അപ്പുറം കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാധകമാണ്, ഉമ്മാക്കും ബാപ്പാക്കും ബാധകമാണ്. ഒന്നാമതായി മക്കള് കേടുവരുന്നു എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ വേഗം പറയുന്നത് ഞാൻ അവൻ അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഞാൻ അങ്ങനൊന്നും അവനെ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ നിസ്കരിക്കുന്ന നോമ്പോൽക്കൊക്കെ ചെയ്തിരുന്നു, എന്റെ മകൻ അങ്ങനെ കേടുവരില്ല, ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങളാണ് നമ്മൾ പറയാം. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കള്ളം പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ പ്രകാരം സംസാരിക്കുന്ന ആളാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹാ. സൂറത്തുൽ നജ്മ് 3-4 വചനങ്ങളാണ്, 53-ാം അധ്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കുല്ലു മൗലൂദി യുലദു അലൽ ഫിത്ര. നോക്കൂ, ഈ ഇന്നിപ്പോ നേരത്തെ നമ്മൾ കേട്ട ശബ്ദത്തിന്റെ ഉടമ, കഞ്ചാവിനൊക്കെ അടിമപ്പെടുന്ന ഒരുപാട് കുട്ടികൾ, ഇവരൊക്കെ ആരായിരുന്നു ഒരു കാലത്ത്? ആരായിരുന്നു? ഒരു ഉമ്മാന്റെ താരാട്ടുപാട്ട് കേട്ട് വളർന്ന, ഒരു അമ്മയുടെ താരാട്ടുപാട്ട് വളർന്ന ഒരു കൈക്കുഞ്ഞായിരുന്നില്ലേ ഈ കുഞ്ഞ്? ഞാൻ എപ്പോഴും ആലോചിക്കും, എനിക്ക് ചെറിയ ചെറിയ കുട്ടികളുണ്ട് കുറെ, അപ്പൊ അവരൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ വലുതായാൽ എന്താവുക? ഞാൻ എന്താ അവരാകണം എന്ന് ആഗ്രഹിച്ചു അത് അവരാകുന്ന അള്ളാന്റെ റസൂലാ പറയുന്നത്. ഞാൻ നന്നായാൽ എന്റെ മക്കൾ കേടരൂല, ഞാൻ നന്നായാൽ എന്റെ മക്കൾ കേടരൂല. അള്ളാഹു നിശ്ചയിച്ച ചില സംഗതികളുണ്ട്, ചില തർത്തീബുകൾ, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ മാതാവ് ഇസ്ലാമിക ശരീഅത്തിന്റെ കാതലായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാമിക ശരീഅ പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട റസൂൽ പറയുന്നത് പരിശുദ്ധമായി ജനിക്കുന്ന കുട്ടിയെ കേടുവരുത്തുന്നതിൽ ഒന്നാമത്തെ പങ്ക് ഉമ്മാക്കും ബാപ്പാക്കുമാണ്. ഇനി ഞാൻ പറയുന്നത്, റസൂൽ പറയുന്നത് അൽ ഉമ്മ മദ്രസത്തുൻ. സമ്മതിച്ചോ? ഉമ്മ പാഠശാലയാണ്. ഞാൻ പറയുന്നു ഈ കുട്ടി കുറ്റവാളികളുടെ ഒക്കെ അടിസ്ഥാന കാരണം ഉമ്മയും ബാപ്പയാണ്. അവർ നിസ്കരിക്കുന്നുണ്ടാകാം, പ്രസംഗിക്കുന്നുണ്ടാവാം, എല്ലാം ഉണ്ടാവാം. ഞാൻ പറഞ്ഞു പൂർത്തിയാകുമ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും വിളിക്കേണ്ടതില്ലായിരുന്നു. പക്ഷെ വസ്തുത നിങ്ങളൊന്ന് ചിന്തിച്ചോ, ഈ പറയുന്ന കാര്യങ്ങൾ ആലോചിച്ചോ. ചൊട്ടയിലെ ശീലം ചുടല വരെ, നമ്മളെല്ലാരും പറയുന്ന ഒരു വാചകമാണ്, ചൊട്ടയിലെ ശീലം ചുടല വരെ അല്ലെ? എല്ലാരും അങ്ങനെ പറയുന്നു, 10 ഗുണം 10 ഗുണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഹിറ്റ്ലർ ഏറ്റവും മോശക്കാരനായി. എന്തുകൊണ്ടെന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? മെയിൻ കാഫ് വായിക്കുന്നവർക്കറിയാം. ഹിറ്റ്ലറിനെ കുറിച്ച് എഴുതിയ ചരിത്രങ്ങൾ അറിയാം. അദ്ദേഹത്തിന്റെ അച്ഛൻ അതിക്രൂരനായ ഒരു അച്ഛനായി. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പെങ്ങള് അമ്മായി വളരെ മോശം പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. ഈ രണ്ടാളുകളും ഹിറ്റ്ലറിനെ ചെറുപ്പത്തിലെ അതിയായി തല്ലുമായി, ആവശ്യമില്ലാതെ തല്ലും, ഉപദ്രവിക്കും, ചീത്ത പറയും, അവനെ ദുഷിച്ച് പറയും. അവന്റെ മനസ്സിൽ എല്ലാവരുടെ ശത്രുതയെ. അല്പമെങ്കിലും ഹിറ്റ്ലറിന് ആരോടെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അത് ഹിറ്റ്ലറിന്റെ അമ്മയോട് മാത്രമായിരുന്നു. അല്പം സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്ന അമ്മയോട്. ഹിറ്റ്ലർ ലോകത്ത് ഏറ്റവും വലിയ ക്രൂരനായി തീർന്നതിൽ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന് വലിയ പങ്കുണ്ട്, അമ്മായിക്ക് പങ്കുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിനർത്ഥം. ഇവിടെ റസൂലുള്ളാഹി പറയുന്നത് എന്താണ്? ഒരു കുട്ടി കേടുവരുന്നതിൽ, ഞാനത് പറയുമ്പോൾ നിങ്ങളെല്ലാം സമ്മതിക്കും മനസ്സുകൊണ്ട്, പുറത്ത് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുട്ടി, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാനും എൻ്റെ ഒരു വീട്ടിൽ പോയി, അല്ലെ നിങ്ങളിൽ 2 പേര് ഒരു വീട്ടിൽ. അപ്പൊ ആ വീടിങ്ങനെ നമ്മൾ തേടി, ആ വീടിന്റെ കോമ്പൗണ്ട് വാൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി. നല്ലൊരു വീട്, മനോഹരമായ കോമ്പൗണ്ട് വാൾ. ശരിക്കും ചിന്തിക്കണം കേട്ടോ, മനോഹരമായ ഒരു കോമ്പൗണ്ട് വാൾ. അത് കഴിഞ്ഞ് നല്ലൊരു ഇലക്ട്രിക് ഗേറ്റ്, റിമോട്ടഡ് ആയിട്ടുള്ള ഒരു ഗേറ്റ്. അത് നമുക്ക് ഓപ്പൺ ആയി നമ്മൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ തന്നെ നിറയെ ചെടികളാണ്. വളരെ ഡിസൈൻ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് പടിപടികളായി ഉണ്ടാക്കി. ചെടികളൊക്കെ വ്യത്യസ്തമായ കളർ പുഷ്പങ്ങളുണ്ട്, കടലാസ് പുഷ്പങ്ങളുണ്ട്, പന്നീർ പുഷ്പങ്ങളുണ്ട്. വളരെ വളരെ ശ്രദ്ധേയമായ, അത് നനയ്ക്കാനുള്ള വെള്ള സംവിധാനങ്ങളുണ്ട്, വാട്ടർ ടാമ്പുകളുണ്ട്. അതിങ്ങനെ കറങ്ങിയിട്ട് വെള്ളം നാനാവയ്ക്കും തെറിച്ചിട്ട് നനയുന്ന സംവിധാനങ്ങളുണ്ട്. അയാളുടെ അപ്പുറത്ത് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുറെ ചെടികളുണ്ട്. അതിലൊക്കെ പേരക്കയുണ്ട്, പപ്പായുണ്ട്, പലതുണ്ട്. അങ്ങനെ ആകെ വളരെ രസകരമായ ഒരു വീട്. അയാളുടെ വീടിന്റെ കൊലായിൽ കയറിയപ്പാകട്ടെ മനോഹരമായ സിറ്റ് ഔട്ട് ആണ്. അയാളുടെ ലിവിംഗ് റൂമിൽ കയറിയപ്പോൾ അത് അതിനേക്കാൾ മനോഹരമാണ്. അങ്ങനെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിനിടയിൽ ടോയ്ലറ്റ് പോകാൻ, ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി ടോയ്ലറ്റ് പോകാൻ സമ്മതം ചോദിച്ചാൽ അയാൾ ടോയ്ലറ്റ് കാണിച്ചു കൊടുത്തു. ടോയ്ലറ്റ് ബെഡ്റൂമിനേക്കാൾ മനോഹരമാണ്. ഈ വീട് മൊത്തത്തിൽ വളരെ സെറ്റപ്പാണ്. പക്ഷേ
അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ സുഹൃത്തിനോട് പറയണ്ടേ, എടാ എത്ര മനോഹരമായ വീടാണ്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അയാൾ ഈ വീടുണ്ടാക്കി, എത്ര ഇതിനെ നിലനിർത്തുന്നതിലും ഈ ചെടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൊക്കെ അദ്ദേഹം എടുക്കുന്ന എഫർട്ട് ശ്ലാഘനീയമാണ്, പ്രശംസനീയമാണ്. എന്നിട്ട് എന്താടാ അയാളെ മക്കൾ ഇങ്ങനെ കേടുന്നു? ഇത് ഇവിടെ പിടിച്ചോട്ടെ, ഞാൻ ശരിക്കും പറയുന്നു കേട്ടോളൂ. അടുക്കളയുടെ വൃത്തി, ടോയ്ലറ്റിന്റെ വൃത്തി, ഡ്രസ്സിന്റെ വൃത്തി, വീടിന്റെ മനോഹാരിത, വീടിന്റെ പെയിന്റ്, വീട്ടുമുറ്റത്തെ ചെടി നനയ്ക്കുന്നതിൽ ഉമ്മാന്റെ താല്പര്യം കണ്ട മക്കൾ തന്നെ ബോധം കിട്ടും അല്ലെ? പക്ഷേ അതിനെടുക്കുന്ന 10,000-ൽ അംശം മകന് സൂറത്ത് ഫാത്തി ഓതി കൊടുക്കാൻ ആ തള്ള ശംസിക്ക് ജീവിതം കൊണ്ട് സത്യല്ലേ? പറഞ്ഞോളൂ. പ്ലേറ്റ് കഴുകാൻ 15 മിനിറ്റ്, കെകി മിനിറ്റ്. കുട്ടികളെ നന്നാക്കാനോ? എല്ലാരും ഇപ്പൊ ചില വീട് പോയി, സാധുവായൊരു വീട്, ഞാൻ എനിക്കുണ്ടായ അനുഭവം. വീട് പോയി, നല്ല പെരുമാറ്റം, മക്കൾക്ക് സലാം പറയുന്നു, വർത്തമാനങ്ങൾ പറയുന്നു, നന്നായി പെരുമാറുന്നു, എല്ലാ കാര്യത്തിലും. വീടൊന്നും സെറ്റപ്പ് അല്ലെങ്കിലും മക്കൾ നല്ലതാ. ഒരു വീട് ശ്രദ്ധിച്ചാലും മക്കളെ ശ്രദ്ധിച്ചു. ഇത് രണ്ടും വേണം എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. മക്കളെയും ശ്രദ്ധിക്കണം, വീടും ശ്രദ്ധിക്കണം. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന എത്ര പേരുണ്ട്? ഞാനൊരു ഉദാഹരണം പറയാം. സ്കൂള് നിങ്ങൾ ചിലപ്പോൾ ചില കയ്യൊക്കെ പൊക്കേണ്ടി വരും. അങ്ങനെ നിന്ദിക്കാനൊന്നല്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാനോ. സ്കൂള് പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്ന രക്ഷിതാക്കളൊന്നും കൈബന്ധിച്ചേ. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കൈബന്ധിച്ച് നിങ്ങളെ കുട്ടിക്ക് ട്യൂഷൻ കൊടുക്കണ്ടോ? പൊന്തിച്ചോളി. തീരെയല്ല, ഒറ്റ ആളാ കൊടുക്കുന്ന ട്യൂഷൻ. ആഹാ, ആണുങ്ങളെ കൂട്ടത്തിലോ ട്യൂഷൻ കൊടുക്കുന്നേ? ശരി, മദ്രസ കുട്ടിക്ക് ട്യൂഷൻ കൊടുക്കുന്നവരൊന്ന് കൈബന്ധിച്ചേ. സെൽഫികളെ കണ്ടില്ല? ഇതാണ് കുൽഫികൾ. ഉണ്ടോ? കേരളത്തിലെ ഏത് മുജാഹിദിനെടുത്തോ മദ്രസ പഠിക്കുന്ന അതേ സബ്ജക്ട് പിന്നെ ട്യൂഷനിൽ ചേർത്ത് പഠിപ്പിക്കുന്നുണ്ടോ? എന്താ പഠിപ്പിക്കാത്ത? അതിന്റെ തിക്തഫലാണ് മുഴുവൻ. കണ്ടോളിട്ടോ, എനിക്ക് കേട്ടോ. ഇങ്ങനെ ഞാൻ 4-5 തവണ കയ്യൊന്നിക്കും. അപ്പൊ അറിയാം ആരാ കേടുന്ന്, ആരാ മക്കളൊക്കെ കേടുള്ള കാരണം ആരാ. താടി നീട്ടി, നരേണ്ട മോള് തുണി കൊടുത്തു, പക്ഷെ ശ്രദ്ധിക്കണമൊന്നും ചെയ്തില്ല. വീട്ടിന്റെ കാര്യം ശ്രദ്ധിച്ചു, ടാക്സ് അടക്കാൻ ശ്രദ്ധിച്ചു, കാറിന്റെ പിന്നെ എല്ലാ കാര്യവും ഭംഗി, മക്കളെ കാര്യത്തിൽ തീരെ. എന്നിട്ട് എന്താ പറയണത്? ഞാൻ മക്കൾക്ക് വേണ്ടിയാ ജീവിക്കണേ. എന്നിട്ടോ മകൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടാ വീട്ടിലെത്തുന്നത് ബാപ്പ. മക്കൾ ഉണരുന്നതിന് മുമ്പ് ബാപ്പ പോവുകയും ചെയ്തു. കഴിഞ്ഞ 3 മാസമായി കണ്ടിട്ട് ഒരേ വീട്ടിലാ കിടന്നുറങ്ങിയത് ഒരേ വീട്ടിലാണ്. 3 മാസമായി ബാപ്പാന്റെ മുഖം മക്കൾ കണ്ടിട്ട്. എന്താ കാരണം? മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ. ഞാൻ പറയുന്നത് നുണയാണ്. മക്കൾക്ക് വേണ്ടി സമ്പാദ്യം കൊണ്ട് മക്കൾ ഒന്നാവില്ല. പിന്നെന്താ മക്കൾക്ക് സമ്പാദ്യമായി കൊടുക്കേണ്ടത്? അത് കൊടുത്തില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇബ്രാഹിം നബി ഇത് ഞാൻ വളരെ എന്റെ മനസ്സിൽ എന്നും പതിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഉടനെ കഴുത്തന്റെ ദറുക്കു ബാപ്പ, അല്ലേ? എല്ലാരും കേട്ട പാട്ടാണ്. ഇസ്മായിൽ പറയാണ്, ബാപ്പ നിങ്ങളിന്റെ കാലത്ത് ഒരു ബാപ്പ സുപ്രഭാതത്തിൽ സ്വപ്നം കണ്ടിട്ട് നമ്മള് നോമ്പിലേക്ക് കടക്കുകയാണ്. ബലിപെരുന്നാൾ വരുമ്പോ ഈ കൂട്ടത്തിൽ ഒരാള്, അയാളെ മകൻ കുറച്ച് തടിച്ച് നല്ല ഇറച്ചിക്കുള്ള ഒരുത്തനാ നിങ്ങൾ സങ്കല്പിക്കും. ബാപ്പ വന്നിട്ട് പറയാം, ഇഷ്ടക്കാരനായ ബാപ്പ, താടിയൊക്കെ നീട്ടി, പള്ളിയിലെ പ്രസിഡന്റ് ഒക്കെയാണ്. ബാപ്പ വന്നിട്ട് പറയും, മോനെ പ്രാവശ്യത്തെ ഉദയത്തിന് ഞാൻ നിന്നെ അറക്കാനാ വിചാരിച്ചത് എന്ന് പറഞ്ഞു കുട്ടിക്കോ മോനോട്. കള്ളത്തന്തേ, ഞാൻ മട്ടാഞ്ചേരി കൊട്ടേഷൻ പാർട്ടി നടക്കൂ, ഇന്നെ ഒലിയത്ത് ഇറക്കാനോ എന്നായിരിക്കും ആ മോൻ പറയാ. നേരെ മറിച്ച് ഇതേ വാചക ഇബ്രാഹിം നബി പറഞ്ഞില്ല, മോനെ അന്നെ ഞാൻ അറക്കുന്നുണ്ട്, എനിക്ക് സ്വപ്നത്തിൽ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇത് കഥയല്ല, ഇത് ചരിത്രമാണ്. ഇസ്മായിൽ നബി എന്തുകൊണ്ടാണ് ഈ ബാപ്പാനെ അനുസരിച്ച്? നമ്മളൊന്നും ചിന്തിക്കണല്ലോ, ഈ ബാപ്പ ആരാ? അത് ആദ്യം ചിന്തിക്കുക. നമ്മള് കല്യാണം കഴിച്ചപ്പോൾ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല. ഞാൻ ആദ്യം പറയുന്നു, വിത്തിറക്കേണ്ട ഒരു കൃഷിക്കാരനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വിത്ത് മാത്രമല്ല, ആ വിത്തിറക്കുന്ന ഭൂമിയുടെ കപ്പാസിറ്റി, ഉൽപാദന കപ്പാസിറ്റി, ആ ഭൂമിയുടെ ശ്രേഷ്ഠത. ഈ വിത്തിട്ടാൽ മുളയ്ക്കോ, ഇതിവിടെ വളരുമോ എന്നെല്ലാം ചിന്തിക്കുന്നവനാണ് ഒരു കൃഷിക്കാരൻ. ശരിക്കും ഒരു പുരുഷൻ കല്യാണം കഴിക്കുമ്പോൾ മക്കളെ കുറിച്ചാണ് ആദ്യം ചിന്തിക്കുക. ഒരു യഥാർത്ഥ ഒറിജിനൽ മനുഷ്യർ കല്യാണം കഴിക്കുമ്പോൾ ആ പെണ്ണിലൂടെ ഉണ്ടാകുന്ന കുട്ടികളെ കുറിച്ചാണ് അയാൾ ചിന്തിക്കുക. നിങ്ങൾ നോക്കൂ, പ്രവാചകന്മാരാരും കുട്ടികളെ കിട്ടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. ഉണ്ടോ? അയാൾ പറയാമോ കുട്ടികളെ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്? ഇബ്രാഹിം നബി കുട്ടികളെ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചോ? എന്താ അഭിപ്രായം? സ്ത്രീകളെ അഭിപ്രായം? ഇബ്രാഹിം നബി കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിച്ചോ? സക്കറിയ നബി പ്രാർത്ഥിച്ചോ? ഞാൻ പറഞ്ഞില്ല. കുട്ടികളെ തരണേന്ന് പറഞ്ഞാൽ ആരും പ്രാർത്ഥിച്ചില്ല. വക്കൊട്ടിയ കുട്ടികളെ കിട്ടുക, നമ്മളെന്തേ ആണായാലും പെണ്ണായാലും കിട്ടിയാൽ മതി. ഇത്രയല്ല നമ്മളെ സംബന്ധിച്ചോളം. ഇബ്രാഹിം നബി പറയുന്നു, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. കുട്ടിനെ വേണമെന്നല്ല, സ്വാലിഹായ കുട്ടിനെ വേണം.
എനിക്ക് സ്വാലിഹായ കുട്ടിനെ വേണം. അതല്ലാത്തൊരു പ്രാർത്ഥന ഉണ്ടോ? യരിസുനി വയരിസു മിൻ ആലി യാഖൂബ് വജഅൽഹു റബ്ബി റദിയ. 19-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിച്ചു നോക്കിയേ. സൂറത്ത് മറിയം 3-ാം അധ്യായം 36 മുതൽ 43 വരെ വായിച്ചു നോക്കിയേ. അവിടെ പറയുന്നത് പടച്ചോനെ വരാനിരിക്കുന്ന ഒരു സമൂഹത്തെ നന്നാക്കുന്ന ഒരു കുട്ടിനെ തരണേ. ഖുർആനിലെ 37-ാം അധ്യായം 100-ാമത്തെ വചനം റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. സ്വാലിഹായ കുട്ടിനെ തരണേ. കുട്ടിനെ കിട്ടുമ്പോ ആ നിമിഷം മുതൽ പടച്ചോനെ പറ്റി പഠിപ്പിക്കുകയാണ്. മോനെ ചെറിയ കുഞ്ഞായിരിക്കുമെന്ന് തന്നെ ഉമ്മാന്റെ കൂടെ മക്കയിൽ കഅബത്തിന്റെ അടുത്ത് താമസിപ്പിച്ചപ്പോ ഗദ്ഗദകണ്ഠനായി കേട്ടോ. 25,000 കിലോമീറ്റർ നടന്ന ആളാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഭാര്യനെ വിജനമായ ചീവീടുകളുടെ ശബ്ദം മാത്രമുള്ള, കൊട്ടാരങ്ങളോ വീടുകളോ ഒന്നുമില്ലാത്ത, ചെറ്റക്കുടിലുകൾ പോലുമില്ലാത്ത, ജലസ്രോതസ്സില്ലാത്ത, ജനവാസമില്ലാത്ത ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി പറയുന്നുണ്ട്, ഇൻദ ബൈതിക്കൽ മുഹറം, പടച്ചോനെ ഈ പരിശുദ്ധ കഅബാലയത്തിന്റെ നിന്റെ മോനെ നിന്റെ കുടുംബത്തിൽപ്പെട്ടവരെ ഞാൻ ഇവിടെ ആക്കുന്നത് എന്തിനറിയോ? ഒരു നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാ. ഞാൻ ചോദിക്കുന്നത്, പടച്ചോനെ ഇവിടെ അങ്ങാടിയില്ല, ഇവിടെ നടക്കാൻ സൗകര്യമില്ല, വാഹന സൗകര്യമില്ല. പടച്ചോനെ 5 നേരം ബാങ്ക് കൊടുക്കുന്ന ഒരു പള്ളിയുണ്ട്, അതിന്റെ അടുത്ത് 5 സെന്റ് ഭൂമി വെച്ചത് നിന്റെ ആൺകുട്ടികളും പെൺകുട്ടികളും നിസ്കരിക്കാനാണ് എന്ന് പ്രാർത്ഥിച്ച എത്ര ആൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്? ഞാൻ ഒന്നുകൂടി പറയാം, കല്യാണം കഴിച്ചിട്ട് കുട്ടി ഉണ്ടാകുമ്പോൾ, അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നബി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ പോലും പ്രാർത്ഥിക്കാത്തവരാ നമ്മൾ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുട്ടിനെ കെട്ടണമെന്ന് പ്രാർത്ഥിച്ച പ്രവാചകന്മാരുണ്ട്. കല്യാണം കഴിഞ്ഞ് കുട്ടിയാകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് പടച്ചോനോട്, പടച്ചോനെ ബന്ധപ്പെട്ട ആ കുട്ടി ഉണ്ടാവില്ല എനിക്കറിയില്ല, പടച്ചോനെ തരുന്നത് സ്വാലിഹാണേ റബ്ബേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു. കാരണം മക്കൾ നമ്മളെ നിലനിർത്തുന്ന അടുത്ത തലമുറയാണ്, നമ്മളെ അഡ്രസ് ലോകത്ത് പകർത്തുന്ന തലമുറയാണ്. അതുകൊണ്ട് മക്കളെ കുറിച്ചുള്ള ചിന്ത നമുക്ക് എത്ര പേർക്ക് ഉണ്ടായിരുന്നു? നല്ല മക്കളാകണമെന്ന ചിന്ത നമുക്ക് എത്ര പേർക്ക് ഉണ്ടായിരുന്നു? ഇന്ന സ്ഥലത്ത് വീട് വെക്കണം നമ്മൾ ചിന്തിച്ചു, ആ ടൗണിൽ 10 സെന്റ് കിട്ടണമെന്ന് നമ്മൾ വിചാരിച്ചു, അതിന് നമ്മൾ കാത്തിരുന്നു. ആ 10 സെന്റിൽ ഇന്ന വീട്, അതിനൊക്കെ നമുക്ക് പ്ലാൻ ഉണ്ട്. മക്കളെ കുറിച്ച് പ്ലാൻ ഉണ്ടായോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊക്കെ മനസ്സ് തട്ടുന്ന ഒരു പോയിന്റാണ്. ജീവിതത്തിൽ ഒരിക്കലും മദ്രസയിലെ പഠനം കൂടുതൽ പഠിക്കാൻ ഒരു രക്ഷിതാവ്, ഒരു മുജാഹിദും ഈ 100 കൊല്ലത്തിനിടയിൽ മക്കൾക്ക് കൂടുതൽ ട്യൂഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ തിന്മ ലോകത്ത്. സ്കൂളിന് പ്രാധാന്യം എന്താ കിട്ടിയത്? ഇന്ന് എന്താ കിട്ടിയത്? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പണ്ട് കാലത്ത് ഇപ്പൊ കള്ളുഷാപ്പിൽ ഒരു കുട്ടീനെ കണ്ടെന്ന് വിചാരിക്കുക, കള്ളുഷാപ്പിൽ ഒരു കുട്ടീനെ കണ്ടു, അത് കാദറാജിന്റെ മോനാണല്ലോ, എന്തൊരു സംഭവമാണിത്. മോനെ പിടിച്ച് ഓടി പിടിച്ചു കൊണ്ടുവന്ന് മഹലിൽ കൊണ്ടുവന്ന് ഉപദേശമൊക്കെ ചെയ്തു. കള്ളുഷാപ്പിലേക്ക് പോകുമ്പോ നമുക്ക് വലിയ ബേജാറായി. അവിടെ കള്ളേ കിട്ടു, പിന്നെ തൊട്ടൂട്ടമല്ല അച്ചാറോ കാര്യോ എന്തെങ്കിലും കിട്ടിയതായി. അതാണ് ഇപ്പൊ ആകെ കള്ളുഷാപ്പ് കിട്ടാനുള്ളത്. വേശ്യാലത്ത് പോയാലോ പെണ്ണിന്റെ ഉടലിയാ കിട്ടുക, പെണ്ണിനെ കിട്ടുക അല്ലേ? അവിടെ ചിലപ്പോ കള്ള് കിട്ടിക്കോളുന്നില്ല, കള്ളുഷാപ്പിൽ പെണ്ണും കിട്ടിക്കോളുന്നില്ല. എന്നാൽ ഒരു കുട്ടി കോളേജിൽ പോയാലോ കള്ള്, പെണ്ണ്, കഞ്ചാവ്, ലെസ്ബിയൻ, സ്വവർഗരതി എല്ലാം കിട്ടും. എല്ലാ തിന്മയും കിട്ടണമെങ്കിൽ സ്കൂളും കോളേജിലും പോകുന്നിടത്താണ് കിട്ടുന്നതെങ്കിൽ പറയൂ, ഈ വിദ്യാഭ്യാസത്തിന് എവിടെയോ കുഴപ്പമില്ലേ? പറയൂ, കോളേജ് പോയ ഒരു കുട്ടിക്ക് എല്ലാം കിട്ടുമെങ്കിൽ, അതെല്ലാം കിട്ടുന്ന ഇടം അതാണെങ്കിൽ പറയൂ, അവിടെ എന്ത് വിദ്യാഭ്യാസമാണ്? എന്താണ് അവിടെ കൊടുക്കുന്നത്? എന്നിട്ട് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് പേടിയാണ്, നമുക്ക് പേടിയാണ്. മക്കൾ എങ്ങനെയാ തിരിച്ചു വരും അറിയില്ല. ആരുടെ കൈകളിൽ ഏത് പോലീസ് സ്റ്റേഷനിൽ ഫോണ് വരിക അറിഞ്ഞുകൂടാ. അവിടെ ഞാൻ ചില കാര്യങ്ങൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് പറയും. മുത്ത് നബി ഒരിക്കലും കള്ളം പറയില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളം പറയില്ല. ആ പ്രവാചകനാ പറഞ്ഞത്, മക്കളെ കേടുവരുത്തുന്നതിൽ മാതാപിതാക്കൾക്ക് പങ്കുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന പല മുജാഹിദുകളോടും ചോദിക്കും, നമ്മളെ വാപ്പാനെ കണ്ടു വളർന്നവരായിരുന്നു നമ്മൾ. നമ്മുടെ വാപ്പാന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല മക്കളെ. നമ്മുടെ വാപ്പാന്റെ കയ്യിൽ ഇന്ന് കാണുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉമ്മ തോണ്ടുന്നു. ഞാൻ വെറുതെ പറയല്ല. പണ്ട് ഞാൻ എന്റെ ഭാര്യനോട് ഞാൻ തറപ്പിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, പഠിച്ചോ, എത്രയും പഠിച്ചു, പഠിപ്പിക്കാൻ കഴിയുന്ന അത്രയും ഞാൻ അവളെ പഠിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ BEd ഒക്കെ എഴുതിപ്പിച്ചു. മെന്റർ റിട്ടാർഡേഷന്റെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ടീച്ചറാക്കി ഒക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ അവളോട് ഒരു വാചകം പറഞ്ഞു, നീ പഠിപ്പിക്കുന്നത് എന്റെ മക്കളെ ആയിരിക്കും, എന്റെ വീട്ടിലെ ടീച്ചറായിരിക്കും, എന്റെ വീട്ടിലെ ടീച്ചർ. നീ എന്റെ കുട്ടികളെ ഇംഗ്ലീഷും സയൻസും ഒക്കെ പഠിപ്പിക്കും, ഞാൻ കുട്ടികളെ ഇസ്ലാമും പഠിപ്പിക്കും. നമ്മൾ രണ്ടുപേരും കൂടി ചേരുമ്പോൾ പൂർണ്ണരായ ഒരു മനുഷ്യർ അവിടെ പുറപ്പെടും. നമ്മുടെ കുട്ടികൾ സ്കൂൾ എന്ത് മാർക്ക് കിട്ടി അതിന്റെ പേരിൽ നീ ഇവിടെ ബഹളം ഉണ്ടാക്കരുത്, ഒച്ച ഉണ്ടാക്കരുത്. നിനക്ക് കിട്ടിയത് അവർക്ക് കിട്ടിക്കൊള്ളുന്നില്ല, എനിക്ക് കിട്ടിയത് അവർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. കാലം മാറിയിട്ടുണ്ട്.
അതൊന്നുമല്ല. അവർ മനുഷ്യരാകുന്നുണ്ടോ? അവർ നല്ല സ്വഭാവക്കാരാകുന്നുണ്ടോ? അവർക്ക് എന്ത് ഒരു പെരുമാറ്റമാണുള്ളത്? അവർ ലോകത്തിന് എന്ത് നന്മയാണ് ചെയ്യുക? നമുക്ക് നോക്കാനുള്ളത്. ഞാൻ എന്റെ ഭാര്യനോട് പറഞ്ഞു, ഇതാ നീ കുട്ടികൾ വീട് വിട്ടു വരുമ്പോ വല്ലാഹി അതൊരു കാഴ്ച തന്നെയാണ്. കുട്ടികൾ വീട് വിട്ടു വരുമ്പോൾ കുട്ടികളെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുമ്പോൾ വണ്ടി കൊണ്ടുപോയി കയറ്റിയിരുത്തുന്നത് ഒന്നെങ്കിൽ നീ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാനായിരിക്കണം. മക്കളെ കൂട്ടിക്കൊണ്ടിരുമ്പോൾ നമ്മളായിരിക്കണം. ഇന്നോളം അത് പാലിക്കപ്പെട്ടു. കഴിഞ്ഞ 25 വർഷം അത് പാലിക്കപ്പെട്ടു. എനിക്ക് ഇന്ന് വരെ മക്കളുടെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല. ടെൻഷൻ ഉണ്ട് എനിക്ക്, നാളെ വരെ എന്തായി തീരും. ഇന്നോളം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒക്കെ എല്ലാ മക്കളുടെ റൂമിൽ ലൈബ്രറി വെച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാ പുസ്തകങ്ങളും വെച്ചു കൊടുത്തിട്ടുണ്ട്. പേടിച്ചിട്ടാ മക്കൾ കേടുവരാതിരിക്കാൻ ജാഗ്രത. നമ്മൾ എത്ര പേര് ജാഗ്രത പുലർത്തുന്നു? എന്റെ വാപ്പ ഞങ്ങളുടെ പേരിൽ ജാഗ്രത പുലർത്തും. അതുകൊണ്ട് എനിക്കിങ്ങനെ പറയാൻ കഴിയും. ചെറുപ്പത്തിൽ 3 വയസ്സിനുള്ളപ്പോൾ ഇപ്പൊ ഖുർആൻ ഓദിക്കുന്നു. എന്റെ അനുജൻ സിറാജുൽ ഇസ്ലാം ഹാഫിളാക്കി വാപ്പ പഠിപ്പിച്ചു. SLCക്ക് 16ാം റാങ്ക് കിട്ടി, പഠിച്ചു, എല്ലായിടത്തിലെത്തി. അള്ളാഹുവിന്റെ മതം ബാപ്പ പ്രാവർത്തികമാക്കി. തഹജ്ജുദ് നിസ്കരിച്ചു, ദുഹാ നിസ്കരിച്ചു. ജീവിതത്തിൽ ബാപ്പ വായിക്കാത്ത ഒറ്റ ദിവസം ഉണ്ടായിരുന്നില്ല. അത് കണ്ട് ഞങ്ങൾ വളർന്നു. ഞങ്ങൾ കേട് വന്നില്ല. ബാപ്പ ദിനേശ് പിടി വലിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ ദിനേശ് പിടി വലിച്ചില്ല. ബാപ്പ കഞ്ചാവ് അടിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ അടിച്ചില്ല. ബാപ്പ മൊബൈലിൽ തോണ്ടി ജീവിതം തൊലച്ചില്ല, അതുകൊണ്ട് ഞങ്ങളും തൊലക്കണില്ല. ഞാൻ പറയുന്നത് ഏത് വീട്ടിലും ഇങ്ങനെ ഉണ്ടാവും. ബാപ്പയും ഉമ്മയും നന്നായാൽ മക്കളും നന്നാവും. ഇവിടെ ഇരുന്ന് പോകുമ്പോ ഞാൻ കാരണമാണോ എന്റെ മോളി ചീത്തയായി പോയത് എന്നറിയണം. മക്കള് നാട്ടില്, ബാപ്പയും ഉമ്മയും ഗൾഫില്. തീർന്നില്ല. പി ഉഷ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്, കേട്ടവരൊന്ന് കൈവന്തിക്ക്. പി ഉഷ എഴുത്തുകാരിയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. ഈ പി ഉഷ 100 കുട്ടികളെ, അനാഥമായി പോയ 100 കുട്ടികളെ, അച്ഛനും അമ്മയും ജീവിച്ചിരുന്നിട്ടും നോക്കാൻ ആളില്ലാതെ പോയ കുട്ടികളൊക്കെ നോക്കുന്ന ആളാണ്. അപ്പൊ ഈ പി ഉഷക്ക് +2 സ്കൂളിലെ ചില സ്കൂളുകളിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിച്ചു, ചില കുട്ടികളെ ഒന്ന് കൗൺസിൽ ചെയ്യണം. പെൺകുട്ടികൾ 4 മണിക്ക് സ്കൂൾ വിട്ടാ വീട്ടിൽ പോകുന്നില്ല. 4 മണിക്ക് സ്കൂൾ വിട്ടാല് വീട്ടിൽ പോകുന്നില്ല. പെൺകുട്ടികൾ സ്കൂളിന്റെ പരിസരത്തും അതിന്റെ തൊട്ടടുത്തുള്ള ബേക്കറിയിലും ഒക്കെ ഇറങ്ങി അങ്ങനെ ഇരിക്കും. ചായയൊക്കെ കുടിച്ച് അവിടെ അങ്ങനെ ഇരിക്കും. ഒരു 7 മണിയോടടുപ്പിച്ച് കുട്ടികൾ വീട്ടിലോട്ട്. ഈ സംഭവം തുടർച്ചയായപ്പോ പി ഉഷി കുട്ടികളെ വിളിപ്പിച്ചു. ഞാൻ പറയുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളും ശരിക്കും കേട്ടോളി. കുട്ടികൾ പറയുന്ന കാര്യമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഈ കുട്ടികളെ വിളിച്ചിട്ട് പി ഉഷ ചോദിച്ചു, എന്താ മക്കളെ, നിങ്ങൾ പെൺകുട്ടികളല്ലേ, 4 മണിക്ക് സ്കൂൾ വിട്ടാൽ വേഗം വീട്ടിലെത്തണ്ടേ എന്ന് ചോദിച്ചു. എന്തിനാ ഞങ്ങൾ വീട്ടിൽ പോണ്? ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സുരക്ഷിതത്വം വീട്ടിലില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ പോകും? അപ്പൊ ഈ വിഷയക്ക് കൗതുക, എന്താ പ്രശ്നം? ഞങ്ങളുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ്. അച്ഛനും അമ്മയും രാവിലെ ഇറങ്ങിപ്പോകും. ഓലെ ജോലിയേക്കാൾ വലുതായി ഓൽക്ക് മക്കളില്ല, വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഏൽപ്പിക്കും, നമുക്ക് 500 റുപ്യ എടുക്കും, ഓള് തട്ടിപ്പടച്ചെല്ലാം കൂടി ഉണ്ടാക്കി തരും, ഞങ്ങൾ പോകും. വൈകുന്നേരം ഞങ്ങൾ വരുമ്പോ ഇവിടെ ആരുമില്ല. അമ്മ വരെ 7 മണിക്ക്, അച്ഛൻ വരെ 8 മണിക്ക് ശേഷം. ഉറപ്പായിട്ട് ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ടപ്പോ ആദ്യ ദിനങ്ങളിലൊക്കെ ഗേറ്റിന്റെ അടുത്ത് വന്നിട്ട് ചില ആൺകുട്ടികൾ ഹായ് എന്നൊക്കെ പറയും. 2ാം ദിവസം ഒരു ചോക്ലേറ്റ് ആയിട്ട് വരും, 3ാം ദിവസം ഒരു കൊലായിൽ കയറി വരും, 4ാം ദിവസം ഒരു ബെഡ്റൂമിലേക്ക് കയറും. ഞങ്ങൾക്ക് വീട്ടിൽ സുരക്ഷിതത്വമല്ല, വീട് സുരക്ഷിതമാകേണ്ട ഉമ്മനെ കൊണ്ടും ബാപ്പനെ കൊണ്ടാണ്. ഓലില്ല, ജോലിയേക്കാൾ വലുതല്ല. മക്കൾ കീടെന്നാലും ഗർഭം ധരിച്ചാലും ഉമ്മാക്ക് ബാപ്പാക്ക് പ്രശ്നമല്ല, ജോലിക്ക് പോകണം. ക്ഷമിക്കണം, ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞ അർത്ഥമല്ല, അങ്ങനെ ആരും വ്യാഖ്യാനിക്കണ്ട. പക്ഷെ മക്കൾ ഇന്ന് അനുഭവിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നം ബാപ്പയും അമ്മയും മക്കളെ സ്നേഹിക്കാൻ അവരുടെ കൂടെ ഇല്ല എന്നാണ്. ഞാനിന്ന് ക്ലാസ് എടുത്തപ്പോ കുട്ടികളോട് ചോദിച്ചു, ഈ ഫോണിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാ? അതെന്റെ ഉമ്മയോടാണ് എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? എന്റെ ഉപ്പയെ ആദ്യം വിളിച്ചിട്ടേ ഞാൻ ഭാര്യയെ വിളിക്കൂ, മക്കളെ വിളിക്കൂ, എന്റെ കൂട്ടുകാരെ വിളിക്കൂ. എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്റെ ഉപ്പയാണ് എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? എത്ര പേർക്ക് കഴിയും? ചിന്തിക്ക്. ഞാൻ ഒന്നുകൂടി പറയും, ഇപ്പം നടക്കുന്ന കാര്യം എന്താ അറിയോ? ഈ മൊബൈൽ ഉപയോഗിച്ച് ഉമ്മ താഴത്ത് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ തമാശയോ അല്ലെങ്കിൽ എന്താണെങ്കിലും തെറ്റായ വഴികളിലൊക്കെ ഇത് മകൾക്കറിയാം. ഉമ്മാക്ക് എന്തോ ഒരു കണക്ഷൻ ഏതോ ഒരാളുമായിട്ടുണ്ട്, ഈ മോൾക്കറിയാം. മോൾക്ക് കണക്ഷൻ ഉണ്ടെന്ന് ഉമ്മാക്ക് അറിയാം. മോള് മേലെ റൂമിലും ഉമ്മ താഴെ. മോള് ജീവിതത്തിൽ ഒരിക്കലും താഴോട്ടും വരില്ല, ഉമ്മ മോളോട്ട് കയറിയും പോകില്ല. ഈ 2 സ്ഥലത്തും എന്ത് വേണമെങ്കിലും നടക്കും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെ പച്ചക്ക് നിങ്ങളോട് പറയാൻ ദുനിയാവിൽ ഒരു ആൺകുട്ടി ഇനി വരൂല. അതുകൊണ്ട് പറയണം. അതുകൊണ്ട് മക്കൾക്കറിയാം ഉമ്മ പോക്കാണെന്ന്, ഉമ്മക്കറിയാം മകളും പോക്കാണ്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വീട് വന്നിരിക്കുന്നു. പ്രവാചകന്റെ വചനം പുലർന്നിരിക്കുന്നു. വീട്ടിൽ പരസ്പരം അരാജകത്വം നടത്താൻ വഴിയൊരുക്കുന്ന ബാപ്പയും ഉമ്മയും ലോകത്തിലെ ഏറ്റവും നശിച്ചവരാണ്.